കേരളത്തിൽ അതുപോലത്തെ ഒരു പണ്ഡിതൻ ജീവിച്ചിരിപ്പിരുന്നുണ്ടോ? കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. 12 കൊല്ലം എന്റെ ഉസ്താദാണ്. ആ 12 കൊല്ലത്തെ പഠനത്തിനിടയിൽ ഒരൊറ്റ അടിയരിക്ക് കിട്ടിയത് വസ്സലാത്തു എന്നതിന്റെ അർത്ഥം വെച്ചത് തെറ്റിപ്പോയി. ഞാനൊന്ന് കൊച്ചുകുട്ടിയാണ്, ദർസിൽ ഓതാൻ പോയി ചേർത്ത സമയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്. വസ്സലാത്തു, അല്ലാഹുവിന്റെ ഗുണം, വസ്സലാമു, അല്ലാഹുവിന്റെ രക്ഷയും, അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ അർത്ഥം വെച്ചു. വെറുതെ ഒന്ന് തട്ടി, അത്രേ ഉള്ളൂ. വെറുതെ ഒന്ന് തട്ടി. അങ്ങനല്ലല്ലോ ഞാൻ പറഞ്ഞു തന്നത്. അതിനർത്ഥം അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞു തന്നത്. വസ്സലാത്തു, അല്ലാഹുവിന്റെ ഗുണം. ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു തന്നത്. എന്താ അതിന്റെ അർത്ഥം? വസ്സലാത്തു, അല്ലാഹുവിന്റെ ബഹുമാനത്തോടു കൂടിയുള്ള ഗുണം. അത്രേ ഉള്ളൂ. ഇതിനപ്പൊ ഈ ഗൗരവം പറഞ്ഞത്? വസ്സലാത്തു, അല്ലാഹുവിന്റെ ബഹുമാനത്തോടു കൂടിയുള്ള ഗുണം. അതെന്തേ അങ്ങനെ വെക്കാൻ കാരണമുണ്ട്. അതിന്റെ കാരണം എന്താണെന്നോ? അറബിയിൽ സ്വലാത്ത് എന്നതിന് മുഴുവൻ പണ്ഡിതന്മാരും കൊടുത്തിരിക്കുന്ന അർത്ഥം അർ-റഹ്മത്തുൽ മഖ്റൂനതു ബിത്തഅലീം. അതാണ് അള്ളാന്റെ ബഹുമാനത്തോടു കൂടിയുള്ള ഗുണം എന്ന് പറയുന്നത്. എപ്പോഴും അറബി ഭാഷയെ മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്താൽ അറബി ഭാഷ കൊണ്ട് ഉദ്ദേശിച്ച ആ ഗാംഭീര്യത, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം മുഴുവനും ചോർന്നു പോകാതെ ഒരു ഭാഷ കൊണ്ടും പരിഹരിക്കാൻ സാധ്യമല്ല. ഒരു ഭാഷ കൊണ്ടും പരിഹരിക്കാൻ കഴിയില്ല. അറബിയിലെ ഒരു പദത്തിന് അർത്ഥം, ഖുർആനിലെ അറബിയിലെ ഒരു പദത്തിന് അർത്ഥം ഇതര ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അർത്ഥം ചോർന്നു പോകാതെ പറയാൻ കഴിയില്ല. അതാണ് അറബിയുടെ പവർ. എന്തോ ഒരു ഗൗരവമാണ് അറബി ഭാഷ. 6666 ആയത്തിൽ അള്ളാഹു ഈ ലോകം പടച്ച അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്നത് എല്ലാം അള്ളാഹു പറഞ്ഞില്ലേ? ലോകത്ത് എന്തൊരു പുതിയ സംഭവം ഉണ്ടായാലും ഖുർആനിലുണ്ടല്ലോ. അതിനൊക്കെ സൂചന ഖുർആനിലില്ലേ? അള്ളാഹു അതിനുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതിപ്പോ നമ്മൾ ഒരു 6666 ആയത്ത് കുറച്ച് കടലാസിന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ നിന്ന് എഴുതി വെച്ചാൽ ഒന്ന് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, ഒന്ന് കേരളത്തിലെ പണ്ടത്തെ മുഖ്യമന്ത്രി എന്നല്ലേ മനസ്സിലാക്കുക? ഒന്ന് കരുണാനിധി, അള്ളാഹു തആല കരുണാനിധിയല്ലേ? തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു പണ്ട് എന്ന് മനസ്സിലാക്കും. അല്ലാതെ എന്റെ അള്ളാഹിനെ പറ്റി മനസ്സിലായി? കഴിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉസ്താദിനോട് ചോദിച്ചിരിക്കും, പരിശുദ്ധ ഖുർആനിന് മലയാളത്തിൽ നിന്ന് വിവർത്തനം വെച്ച് എഴുതി വെക്കാതെ പിന്നെ എങ്ങനെയാ മറ്റുള്ള ആൾക്കാരിത് മനസ്സിലാക്കുക? മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഇത് മലയാളത്തിൽ എഴുതി വെക്കലുണ്ട്. സോഡ മനുഷ്യന് കുടിക്കാനുള്ള നേരത്തെ തന്നെ ആരെങ്കിലും പൊട്ടിച്ചു വെക്കലുണ്ടോ? ആവശ്യം വരിക പൊട്ടിക്കുക, കുടിക്കുക. അള്ളാഹു അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇത് ഈ കോലത്തിന് നമ്മൾ അർത്ഥം വെച്ച് വായിച്ചു പഠിച്ചാൽ വഴി വിളച്ചു പോകും. യുദില്ലു ബിഹി കസീറാ വയഹ്ദി ബിഹി കസീറാ. എന്നെ നിങ്ങൾ ആരും പഴിക്കരുത്, അത് ഇയാൾ പറഞ്ഞത് ശരി അബദ്ധമായി പോയി. ശരിക്കും പഠിച്ചാ പറയുന്നത് യുദില്ലു ബിഹി കസീറൻ, ഖുർആൻ കൊണ്ട് കുറെ ആൾക്കാർ പഴക്കും. വയഹ്ദി ബിഹി കസീറാ, കുറെ ആൾക്കാർ നന്നാകും ചെയ്യും. എങ്ങനെ പഴച്ചത്? അതിന്റെ ഉള്ളിൽ ഓരോ വാക്കുകൾക്കും അള്ളാഹു ഉദ്ദേശിച്ച ഗൗരവം മനസ്സിലാക്കാതെ നമ്മുടെ പച്ച മലയാളത്തിൽ കരുണാനിധിയുമാക്കി പോയപ്പോൾ ഖുർആൻ കൊണ്ട് പിഴക്കല്ലാതെ മാർഗമില്ല. അങ്ങനെ പിഴച്ചുപോയി. ചേകനൂര് കണ്ടുപിടിച്ചു 3 വക്ത് നിസ്കരിച്ചാൽ മതി. അവസാനം അവൻ പറഞ്ഞു ഖുർആൻ കെട്ടുകഥയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കേരളത്തിൽ